Good morning, students. Adutha university question idana. If the local linear approximation of a function f of xyz is equal to xy plus z square at a point P is L of xyz is equal to y plus 2z minus x. Find the point P. ഇവിടെ പോയിന്റ് ആണ് കണ്ടത്, എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ജനുവരി 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാണ്. ജനുവരി 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് ചോദിച്ചതാണ്. അപ്പോ ഈ ഒരു പ്രോബ്ലത്തില് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടു ഫൈൻഡ് പി. പി കണ്ടുപിടിക്കണം. പി എന്നുള്ള പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട് ആണ് കണ്ടുപിടിക്കുന്നത്. പി തന്നിട്ടില്ല. ഇവിടെ എൽ ഓഫ് എക്സ് വൈ സെഡ് തന്നിട്ടുണ്ട്. എൽ ഓഫ് എക്സ് വൈ സെഡ് എന്താണ്? y പ്ലസ് 2z മൈനസ് എക്സ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എൽ ഓഫ് എക്സ് വൈ സെഡിന്റെ ഫോർമുല എഴുതാം. ഫോർമുല എന്താണ്? എഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട് പ്ലസ് ഈ പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട് എന്ന പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി എഫ് എക്സ് എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട് ഇൻടു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് വൈ എക്സ് നോട്ട് വൈ നോട്ട് z naught into x y minus y naught plus f z x naught y naught z naught into z minus z. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എൽ ഓഫ് എക്സ് വൈ സെഡ് നമുക്ക് തന്നിട്ടുണ്ട്. അതെന്താണ് തന്നിരിക്കുന്നത്? y പ്ലസ് 2z മൈനസ് എക്സ് തന്നിട്ടുണ്ട്. ഇനി എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട് നമ്മുടെ തന്നിരിക്കുന്ന ഫംഗ്ഷനില് എക്സിന് പകരം എക്സ് നോട്ട് കൊടുക്കുക, വൈക്ക് പകരം വൈ നോട്ട് കൊടുക്കുക, ഇസഡ് നോട്ടിന് പകരം ഇസഡ് നോട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് നോക്കിയേ എക്സ് നോട്ട് ഇൻറ്റു വൈ നോട്ട് പ്ലസ് ഇസഡിന് പകരം ഇസഡ് നോട്ട് സ്ക്വയർ. ഇത് ഏതിന് പകരം കൊടുത്താണ്? എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ടിന് പകരം കൊടുത്താണ്. പ്ലസ് ഇനി എഫ് എക്സ് കാണും. എഫ് എക്സ് എന്താണ്? ഈ എഫ് എക്സ് വൈ സെഡ് എന്ന ഫംഗ്ഷനെ എക്സ് വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. എഫ് എക്സ് എക്സ് വൈ സെഡ് തന്നിരിക്കുന്ന ഫംഗ്ഷനെ എക്സ് വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇസഡ് സ്ക്വയർ കോൺസ്റ്റന്റ് ആണോ എക്സ് ആണ് വേരിയബിൾ. നമുക്ക് കിട്ടുന്ന ആൻസർ വൈ ആണ്. അപ്പോ ആ വൈക്കാണ് ഇവിടെ എഫ് എക്സ് എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട് എന്ന് പറയുന്നത് എന്താണ്? വൈ നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് പ്ലസ് ഇനി അടുത്ത് നമ്മൾ ഈ ഫംഗ്ഷനെ വൈ വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ എഫ് വൈ എക്സ് വൈ സെഡ് എന്ത് കിട്ടും നോക്കിയേ? എഫ് വൈ എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എക്സ് ആണ്. അപ്പൊ അതിന് നമ്മൾ എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടാം? ഇവിടെ നമുക്ക് എക്സ് നോട്ട് ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് പ്ലസ് അടുത്ത ഈ ഫംഗ്ഷൻ നമ്മൾ ഇസഡ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എഫ് ഇസഡ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2z ആണ്. അപ്പോ ഇവിടെ നമുക്ക് എഫ് ഇസഡ് എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട് എന്ന് വരും 2z നോട്ട് ഇൻറ്റു z മൈനസ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പൊ എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് ഇസഡ് നോട്ട് സ്ക്വയർ പ്ലസ് എക്സ് വൈ നോട്ട് മൈനസ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് എക്സ് നോട്ട് വൈ മൈനസ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് 2z naught z minus 2z naught the square. ഇപ്പൊ നമ്മൾ ചെയ്ത ബ്രാക്കറ്റ് ഒക്കെ റിലീസ് ചെയ്തു. ഇനി നമ്മള് ഇവിടെ ചെയ്യാൻ പോണത് ഇവിടെ നമുക്ക് ഇവിടെ എഴുതാം 2z naught z minus 2z naught square. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ഇനി നമ്മളിതിലെ എക്സ് വൈ നോട്ട് എക്സിന്റെ വാല്യൂ ഈ വാല്യൂ ആദ്യം എഴുതുക. എക്സ് വൈ നോട്ട് പിന്നെ നമ്മൾ വൈയുടെ കേസ് കണ്ട ഇവിടെ എക്സ് നോട്ട് വൈ പ്ലസ് എക്സ് നോട്ട് വൈ ഇവിടെ എഴുതുന്നു. രണ്ടാമത്തെ വാല്യൂ എഴുതി. മൂന്നാമത്തെ ഇസഡുമായിട്ട് ബന്ധപ്പെട്ട വാല്യൂ 2z നോട്ട് z ഈ മൂന്നാമത്തെ വാല്യൂ ഇവിടെ. അപ്പൊ ഇതില് എക്സ് ഉണ്ട്, ഇതിൽ നമുക്ക് y ഉണ്ട്, ഇതിൽ നമുക്ക് z ഉണ്ട്. അത് മൂന്ന് എഴുതി. ഇനി നമുക്ക് ഈ എക്സ് നോട്ട് വൈ നോട്ടും ഈ എക്സ് നോട്ട് വൈ നോട്ടും കട്ടാക്കി കളഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞു. ബാക്കി നമുക്ക് എന്തുണ്ട് നോക്കിയേ?
ഇവിടെ ഒരു Z0 സ്ക്വയർ അല്ലേ? അപ്പൊ ആ ടൈം കഴിഞ്ഞു. പിന്നെ നമുക്കിവിടെ ഒരു X0 Y0 ഉണ്ട് അല്ലെ? X0 Y0. പിന്നെന്താണുള്ളത്? 2Z0 സ്ക്വയർ ഉണ്ട്. അപ്പൊ ഈ 2Z0 സ്ക്വയറും ഈ Z0 സ്ക്വയറും കൂടി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരാം? ഇത് നമുക്ക് അപ്പൊ ഇവിടെ നമുക്ക് Z0 സ്ക്വയർ എഴുതാം. ഈ Z0 സ്ക്വയറിൽ നിന്ന് 2Z0 സ്ക്വയർ ഇവിടെ പ്ലസ് ആണ്, അവിടെ മൈനസ് ആണ്. അപ്പോ Z0 സ്ക്വയർ. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? XY0 പ്ലസ് X0Y പ്ലസ് 2ZZ0 മൈനസ് X0 Y0 മൈനസ് X0 Y0 മൈനസ് Z0 സ്ക്വയർ. ഇത് നമ്മുടെ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണ്? Y പ്ലസ് 2Z മൈനസ് X. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? X0 വാല്യൂ, Y0 വാല്യൂ, Z0 വാല്യൂ. ഇത് മൂന്ന് വാല്യൂ P എന്ന പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? Y0 ആണ്. അപ്പൊ ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? -1 ആണ്. അപ്പൊ നമ്മൾ Y0 എന്ന് പറയുന്നത് എന്തായിരിക്കും? Y0 = -1. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് -1 ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? Y0 ആണ്. therefore Y0 taken as -1. ഇനി നമുക്ക് X0. ഇവിടെ Y യുടെ കോഎഫിഷ്യന്റ് എന്താണ്? 1 ആണ്. ഇവിടെ Y യുടെ കോഎഫിഷ്യന്റ് എന്താണ്? X0 ആണ്. അപ്പൊ X0 എന്തെടുക്കും? 1 എടുക്കും. ഇനി ഇവിടെ Z ന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 2Z0 ആണ്. ഇവിടെ എന്താണ്? Z ന്റെ കോഎഫിഷ്യന്റ് 2 ആണ്. therefore Z0 എന്താണ്? 1. അപ്പൊ നമുക്ക് കിട്ടുന്ന പോയിന്റ് എന്താണ്? പോയിന്റ് 1. അതായത് P എന്നുള്ള പോയിന്റ് 1 -1 ഈ പോയിന്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ജനുവരി 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്? ആദ്യം ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ L of X Y Z കണ്ടുപിടിച്ചു ഇൻ ടേംസ് ഓഫ് X0 Y0 Z0. ആ X0 Y0 Z0 എന്നുള്ള പോയിന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിലെ ബേസ് ചെയ്ത് നമ്മൾ L of X Y Z കണ്ടുപിടിച്ചു. L of X Y Z ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് Y plus 2Z minus X എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അത് എഴുതി. അത് എഴുതിയതിനു ശേഷം ഇതുകൊണ്ട് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് എന്ത് കിട്ടി? XY0 പ്ലസ് X0Y പ്ലസ് 2Z0Z മൈനസ് X0 Y0 മൈനസ് Z0 സ്ക്വയർ. ഇനി നമ്മൾ ചെയ്തത് എന്താണ്? ഈ Y0 കോഎഫിഷ്യന്റ് ഇവിടെ നോക്കിയാൽ ഈ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? ഈ എക്സിന്റെ കോഎഫിഷ്യന്റ് Y0 ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? -1 ആണ്. അപ്പൊ therefore Y0 എന്ത് എടുത്തു? നമ്മള് -1 എടുത്തു. അതുപോലെ Y യുടെ കോഎഫിഷ്യന്റ് റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ്? X0 ആണ്. ഇവിടെ Y യുടെ കോഎഫിഷ്യന്റ് എന്താണ്? 1 ആണ്. therefore Y യുടെ ഇവിടെ നമുക്ക് രണ്ടാമത്തെ X0Y അല്ലെ? X0Y ആവുമ്പോ ഈ Y യുടെ കോഎഫിഷ്യന്റ് X0 ആണ്. ഇവിടെ Y യുടെ കോഎഫിഷ്യന്റ് 1 ആണ്. therefore X0 നമ്മൾ എന്തെടുത്തു? 1 എടുത്തു. അതുപോലെ Z ന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 2Z0 ആണ്. ഇവിടെ Z ന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 2 ആണ്. അപ്പൊ 2Z0 = Z0 = 1. റിക്വയർഡ് പോയിന്റ് വിൽ ബി 1 -1. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് L of X Y Z തരുന്നു. കണ്ടുപിടിക്കേണ്ടത് പോയിന്റ് ആണ്. ആ പോയിന്റ് P എന്ന പോയിന്റ് നമ്മൾ അവസാനം കണ്ടുപിടിച്ച് എത്ര കിട്ടി? 1 -1 1. അവസാനത്തെ സ്റ്റെപ്പ് ശ്രദ്ധിക്കുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ Y plus 2Z minus X എഴുതുന്നു. റൈറ്റ് ഹാൻഡ് സൈഡിലെ XY0 plus X0Y plus 2Z0Z minus X0 Y0 minus Z0 സ്ക്വയർ എഴുതിയതിനു ശേഷം നമ്മൾ എന്താ ചെയ്തത്? ഈ എക്സിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിലെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? Y0. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? -1. അതുകൊണ്ട് Y0 നമ്മൾ -1 എടുത്തു. റൈറ്റ് ഹാൻഡ് സൈഡിൽ Y യുടെ കോഎഫിഷ്യന്റ് എന്താണ്? X0. ഇവിടെ Y യുടെ കോഎഫിഷ്യന്റ് എന്താണ്? 1. അതുകൊണ്ട് ഇവിടെ Y യുടെ കോഎഫിഷ്യന്റ് X0 ആണ്. therefore X0 നമ്മൾ എന്തെടുത്തു? 1. X0 = 1. മൂന്നാമത്തെ Z ന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 2Z0. ഇവിടെ Z ന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 2. therefore നമുക്ക് Z0 = 1. ഈ ഒരു പോയിന്റ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് എങ്ങനെയാണ് നമുക്ക് 1 -1 കിട്ടിയെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? എക്സിന്റെ കോഎഫിഷ്യന്റ് Y0. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? -1. അപ്പൊ എക്സിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ -1 ആവുമ്പോൾ ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് Y0 ആണ്. Y0 = -1 കിട്ടും. Y0 = -1. അതുപോലെ തന്നെ
ഇവിടെ വൈയുടെ കോഎഫിഷ്യന്റ് എന്താണ്? x0 ആണ്. വൈയുടെ കോഎഫിഷ്യന്റ് x0 ആണ്. ഇവിടെ വൈയുടെ കോഎഫിഷ്യന്റ് എന്താണ്? 1 ആണ്. therefore നമ്മൾ y0 is equal to നമുക്ക് x0 is equal to 1 കിട്ടി. കണ്ടോ? വൈയുടെ കോഎഫിഷ്യന്റ് x0 ആണ്. ഇവിടെ വൈയുടെ കോഎഫിഷ്യന്റ് 1 ആണ്. അങ്ങനെയാണ് നമുക്ക് x0 1 കിട്ടുന്നത്. z-ന്റെ കോഎഫിഷ്യന്റ് 2z0. ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? 2 ആണ്. therefore z0 is equal to. അവസാനം അങ്ങനെയാണ് നമ്മുടെ പോയിന്റ് സെലക്ട് ചെയ്തെടുത്ത് പോയിന്റ് പി നമുക്ക് 1 -1 1 നോട്ട് ചെയ്തെടുത്തോളൂ. ഇത് ജനുവരി 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTUI ചോദിച്ചാണ് കേട്ടോ.